ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ജിഞ്ചർ ചിക്കൻ ആണ്. അതിനു വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ 1/2 കിലോ കഴുകി വൃത്തിയാക്കി ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്ത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, 1/4 കപ്പ് ബ്രെഡ് ക്രംസ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 മുട്ട, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം. ഈ ചിക്കനിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 20 മിനിറ്റ് മസാലയുടെ കോട്ടിംഗ് എല്ലാം പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. ആദ്യം ഈ ചിക്കൻ ഡീപ് ഫ്രൈ ചെയ്ത് എടുത്ത ശേഷമാണ് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു റെഡ് ക്യാപ്സിക്കം ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തതും, ഏകദേശം 1 കപ്പ് പയറ് മുളപ്പിച്ചതും, എരിവില്ലാത്ത ഒരു വലിയ പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും, ഏകദേശം 1/2 കപ്പ് ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും, 1/4 കപ്പ് സ്പ്രിംഗ് ഒണിയൻ അരിഞ്ഞതും, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേണം. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചുവട് കട്ടിയുള്ള ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഏകദേശം 1.5 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എപ്പോഴും ചട്ടിയിൽ എണ്ണ ഒഴിക്കുമ്പോൾ ചട്ടി എപ്പോഴും ചൂടായ ശേഷം മാത്രമേ എണ്ണ അതിലേക്ക് ഒഴിക്കാവൂ. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരു സൈഡ് ഫ്രൈ ആകുമ്പോഴേക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൽ ജിഞ്ചർ പൗഡറൊക്കെ ചേർക്കുന്നതാണ് നല്ലൊരു മണമാണ് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ വരുന്നത്. ഫ്രൈ ചെയ്ത ചിക്കനെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇത് നല്ലതുപോലെ ഇതുപോലെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം. ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിൽ തന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഇഞ്ചി നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിവിടെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ എണ്ണയിലേക്ക് തന്നെ ഈ ക്യാപ്സിക്കവും ഗ്രീൻ ചില്ലിയും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു 2 മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് ഫ്രൈ ആയാൽ മതി. ഇതിൻ്റെ കളർ നഷ്ടപ്പെടരുത്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ വലിയൊരു വോക്ക് പാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാവുമ്പോഴേക്ക് ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണ തന്നെ 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണ തന്നെ ഉപയോഗിക്കണം എന്ന് പറയാൻ കാരണം അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഈ സ്പ്രൗട്ട് ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് വഴറ്റിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. കരിയാണ്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ജിഞ്ചറും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ഗ്രീൻ ചില്ലിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം.
നന്നായി ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ജിഞ്ചർ ചിക്കൻ ഇവിടെ തയ്യാറായി. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.